ഇന്നൊരു വിദേശ യാത്ര പോകലാണേ. നട്ടപ്പാതിരാക്ക് ഊബർ ബുക്ക് ചെയ്ത് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വിട്ടേ. ടാക്സി ഡ്രൈവർ അവൻ്റെ കാമുകിയോട് സുള്ളുന്ന തിരക്കായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് അയച്ചോ കണ്ടിങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും എയർപോർട്ട് എത്തിയേ. ഈ റൂട്ടിൽ പലതവണ വന്ന് പുറത്തുനിന്ന് എയർപോർട്ട് നോക്കി പോകുകയെന്നല്ലാതെ ടെർമിനൽ 2 ആയതിനു ശേഷം എൻ്റെ ആദ്യത്തെ യാത്രയാണിപ്പോൾ. അതുകൊണ്ട് എനിക്ക് കൗതുകം ലേശം കൂടുതലും. നടക്കത്തിൽ ചെറിയൊരു ഞൊണ്ടലുണ്ട് കേട്ടോ. നാട്ടിൽ പോയപ്പോൾ നമ്മൾ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് സെൽപ്പായതാടോ എന്ന് വിചാരിച്ച് നമുക്ക് പോകേണ്ടടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? ചെക്ക് ഇൻ ചെയ്യാൻ ക്യൂ നിന്നപ്പോൾ വീൽ ചെയർ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം 3500 GST എന്ന്. പിന്നെ എൻ്റെ പട്ടി എടുക്കും വീൽ ചെയർ. ബോർഡിംഗ് പാസ് കിട്ടിയാൽ ഞാൻ ഞൊണ്ടി എയർപോർട്ട് ലോഞ്ചിലേക്ക് പോയി. കൊല്ലത്തിൽ ഇതുപോലെയുള്ള ട്രിപ്പിൽ മാത്രം മുതലാക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ആണല്ലോ. ക്രെഡിറ്റ് കാർഡ് വെച്ച് 2 രൂപ പേ ചെയ്താൽ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും മൂക്കുമുട്ടത്തട്ടാം. അങ്ങനെ അവിടെ ഇരുന്ന് ഗ്രഹന് പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടം കിട്ടിയ പോലെ കണ്ടതൊക്കെ എടുത്ത് പ്ലേറ്റിലിട്ട്. പിന്നെ കഴിക്കുമെന്ന് ഉറപ്പുള്ളതേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. ഫ്രീ ആണെങ്കിലും ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാണ് നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് ഞാൻ അവിടെ നിന്നൊരു സൂപ്പും കുടിച്ചു. പിന്നെ കുറച്ച് ഡെസേർട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ട്രൈ ചെയ്തു. ബാക്കിയുള്ള ഭക്ഷണമൊക്കെ പഠിച്ചോനെ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. കട്ടിലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്ത 2 ജ്യൂസ് ഞാൻ എയർപോർട്ടിലുണ്ടായത് 2 കുട്ടികൾക്ക് കൊടുത്തു. അവർ ഹാപ്പിയായി. അതൊക്കെ കഴിഞ്ഞ് ഇരയെടുത്ത മലമ്പാമ്പിനെ പോലെ ഞാൻ അവിടെ കിടന്നു. ഇവർ മൊത്തം മുള കൊണ്ടുള്ള ഇഞ്ചി ചവർക്കാണ്. കിടന്നു വലത്ത് ഞാൻ ഇരുന്ന് നേരം കൂട്ടി. അപ്പോഴേക്കും ഫ്ലൈറ്റിൽ കയറാനുള്ള അനൗൺസ്മെൻറ്റ് വന്നേ. എല്ലാവരും വേഗം കയറി. മെല്ലെ ഞാനും കയറി. ഈ ഫ്ലൈറ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് കുറ്റം പറയാനുണ്ട്. അത് ഞാൻ അടുത്ത പാർട്ടി പറഞ്ഞതേ. അപ്പോഴേക്കും സലാം എയറിലേക്ക് പറന്നു കയറും.